अल्हम्दुलिल्लाह रब्बिल आलमीन अस्सलातु वस्सलामु अला सय्यिदिल अंबिया'i वल मुरसलीन व अला आलिहि व अस्हाबिहि व अज़वाजिहि व ज़ुर्रिय्यतिहि अजमईन। क़ाल अल्लाहु तआला फ़ी शानि हबीबिही इन्नल्लाहा व मलाइकतहु युसल्लूना अलन नबी या अय्युहल्लज़ीना आमनू सल्लू अलैहि व सल्लिमू तस्लीमा। अल्लाहुम्मा सल्लि अला सय्यिदिना व शफ़ीअना व हबीबना व मौलाना मुहम्मदिन व अला आलि सय्यिदिना व मौलाना मुहम्मदिन व बारिक वसल्लम। खुलफ़ाए किराम और मेरे अजीज़ बुजुर्गों और दोस्तों, अल्लाह तबारक व तआला का हम पर बड़ा करम फजल और उसके एहसान है कि उसने हम और आपको जो आलम के आका इमाम अल-अंबिया मुहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की उम्मत बाबरकत में पैदा किया और इस उम्मत में अल्लाह ने हमें पैदा होने का शर्फ अज़ीम अता फरमाया। अल्हम्दुलिल्लाह। പൂവന്യരായ ഉലഫാക്കളെ, മറ്റു സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ ഇരുലോക നേതാവായ അമ്പിയാക്കളുടെ ഇമാമായ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ സമുദായത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു. അതോടുകൂടെ ആ ആയതിലുള്ള ശ്രേഷ്ഠതയും ബഹുമതിയും അല്ലാഹു നമ്മെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്। मज़ीद करम किया परवरदिगार ने हम गुनहगार, बदकार, सियाहकार बंदों पर। उसने हमको मोहम्मद रसूलुल्लाह की उम्मत के साथ ही साथ अल्लाह ने हमें अपने महबूबीन औलिया अल्लाह से निस्बतें अता फरमाई। नबी भी दिया तो अल्लाह इमामुल अंबिया दिया, और जब वली से निस्बत अता किया तो अल्लाह इमामुल औलिया से भी अल्लाह हमको निस्बत अता फरमाया। ഇതിലുപരിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹിയുടെ ഉമ്മത്താക്കളോട് കൂടെ തന്നെ അവൻ്റെ മഹബൂബീങ്ങളായ, അവൻ്റെ ഇഷ്ടദാസന്മാരായ, അവൻ്റെ പ്രത്യേകക്കാരനായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായുള്ള ഉന്നതമായ ബന്ധം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നബിയെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ നബി അമ്പിയാക്കളുടെ ഇമാമാണെങ്കിൽ, അതേപോലെ നമുക്ക് അള്ളാഹു ഏതൊരു വലിയൻ്റെ നിസ്ബത്ത് നൽകിയിട്ടുണ്ടോ ആ വലിയ സുൽത്താനുൽ ഔലിയയാണ്. ഔലിയാക്കളുടെ നേതാവായൊരു വലിയനോടുള്ള അഭേദ്യമായ ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനിച്ചിട്ടുള്ളത്. अल्लाह ताला ने हम गुनहगारों पर जो करम किया, ऐसे दौर में जहाँ पर बदअक़ीदगी की लहर दौड़ रही है, ऐसे बदअक़ीदगी के दौर में, वक्त में, ज़माने में अल्लाह ताला हम और आपको सहीहुल अक़ीदा से निस्बत अता फरमाई और उनके
दामनों से वाबस्ता होकर जुड़कर ज़िंदगी को गुजारने का अल्लाह ने हमें और आप मौका अता फरमाया। ബഹുമാനികളെ, നാം ഏതൊരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലായിടങ്ങളിലും എല്ലാ മേഖലകളിലും യഥാർത്ഥ അഖീദയെ ശിക്ഷിച്ചേന്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, യഥാർത്ഥ അഖീദയിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ സഹീഹുൽ അഖീദ ഉടയതായ ഒരു ഉന്നതമായ ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാപികളും ദോഷികളുമായ നമുക്ക് അല്ലാഹു പ്രദാനിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതാന്ത്യം വരെ അവരുടെ ആ മഹത്തായ കോന്തര പിടിച്ചും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. अल्लाह ताला 18,000 मखलूक़ात को पैदा किया। सबसे अफजल अल्लाह ताला किसी मखलूक को बनाया, सबसे आला किसी मखलूक को बनाया तो अल्लाह ताला हज़रत इंसान को अल्लाह बनाया। അല്ലാഹു സുബ്ഹാനഹു വ തആല 80,000-ഓളം ഇനങ്ങൾ സൃഷ്ടിജാലങ്ങളെ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായിക്കൊണ്ട് ഉന്നതമായിക്കൊണ്ട് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരായ സൃഷ്ടികളെയാണ്. 18,000 मखलूक़ात में से जमादात भी है, नबातात भी है, हैवान भी है, इंसान भी है, जिन भी है, फरिश्ते भी है। कई मखलूक़ात है अल्लाह तबारक व तआला के, लेकिन अल्लाह ताला किसी को कुंतुम खैरा उम्मत के खिताब से अल्लाह ने किसी को नहीं नवाजा। ना अशरफियत का ताज अल्लाह ताला किसी के सर पे पहनाया, ना अल्लाह ताला किसी को अपना खलीफा बनाया। 80,000 ഇനങ്ങളിൽ ജമാദാത്തുകളുണ്ട്, നബാത്താത്തുകളുണ്ട്, ഹയവാനുണ്ട്, അതുപോലെ തന്നെ ജിന്നുണ്ട്, മലക്കുകളുണ്ട്. ഇങ്ങനെ പല സൃഷ്ടികളും ആ കൂട്ടത്തിലുണ്ടെങ്കിലും ആ സൃഷ്ടികൾക്കൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കുൻതും ഖൈറ ഉമ്മത്തിൻ എന്ന് പറയപ്പെട്ട ആ വിശേഷണം ഈ പറയപ്പെട്ട ഒരു സൃഷ്ടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അതുപോലെ ഞാൻ നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയപ്പെട്ട ആ സൃഷ്ടികളിലും ഈ മറ്റുള്ള സൃഷ്ടികളൊന്നും ഉൾപ്പെടുന്നില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീഫയാക്കി കൊണ്ടുവരിക എന്ന ഉന്നതമായ ശ്രേഷ്ഠതയും മറ്റുള്ള സൃഷ്ടികൾക്കൊന്നും ലഭ്യമായിട്ടില്ല. खलीफा अगर अल्लाह किसी को बनाया तो बनी आदम को अल्लाह बनाया है। അഥവാ ഖലീഫയായിക്കൊണ്ട് അള്ളാഹു ആരെങ്കിലും തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആദം സന്തതികളെയാണ് അള്ളാഹു താല തെരഞ്ഞെടുത്തിട്ടുള്ളത്. अल्लाह का हम पर बड़ा करम है। हम अल्लाह ताला हमको कैसी मखलूक़ात में से बनाया, कैसी मखलूक बनाया। हम कौन सी मखलूक है? हम मस्जूद मलाइक है। मलाइका जिसको सजदा किए हैं, अल्लाह ताला वो मखलूक में से हमको चुना है। അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏത് സൃഷ്ടികളിലാണ് നമ്മെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊരു സൃഷ്ടികൾക്ക് മഹാന്മാരായ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഉന്നതരായ മലായിക്കത്തുകൾ സുജൂദ് ചെയ്തുകൊണ്ട് മസ്ജൂദെ മലായിക്ക എന്നുള്ള ഉന്നതമായ അവസ്ഥയിൽ എത്തിപ്പെട്ട ഏതൊരു സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളുടെ കൂട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. जब अल्लाह ताला हमको इतना मकाम व मर्तबा मुहम्मदुर रसूलुल्लाह के सदक़े में जब अल्लाह अता किया है तो हम अपना मुहासबा करके देखना कि ये मुझको जो इज़्ज़त अल्लाह ने बख्शा है, जो शर्फ अल्लाह बख्शा है, किस वजह से, किसकी बिना पे अल्लाह ताला मुझे शर्फ बख्शा है। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധർമ്മത്തിലായിക്കൊണ്ട് നമ്മുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ഉന്നതമായിരിക്കുന്ന ഒരു ഔദാര്യം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഉത്തമമായ ഒരു മനുഷ്യകുലത്തിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നാം ചിന്തിക്കണം, നാം ഇത്രയും ഉന്നതമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ട് നമ്മുടെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് നമുക്ക് ആ ഉന്നതമായിരിക്കുന്ന പദവി ലഭ്യമായിട്ടുള്ളത് എന്ന് നാം ഓരോ നിമിഷവും ചിന്തിക്കേണ്ടതുണ്ട്. अल्लाह को इबादत की कोई कमी नहीं है। हमको पैदा करने से पहले अल्लाह ताला ऐसे मखलूक़ात को पैदा किया जो नूरानी मखलूक है, जो हर वक्त अल्लाह की इबादत में मसरूफ़ है। हर वक्त सुबह शाम, हर दिन का वो हिस्सा, हर वक्त वो अल्लाह की याद में, अल्लाह की इबादत में मसरूफ़ है। हमको पैदा करने का मकसद क्या है अल्लाह तबारक व तआला का, हम इस पर गौर व फिक्र करें। നമ്മെ സൃഷ്ടിച്ചത് വെറും ഇബാദത്തിനാണെങ്കിൽ ആ ചിന്താഗതി തെറ്റാണ്. കാരണം ഇബാദത്തിന് വേണ്ടിക്കൊണ്ട്
അള്ളാഹുവിന്റെ നൂറാനിയായ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ, അത് വലിയൊരു വിഭാഗം തന്നെ അവിടെയുണ്ട്. അവർ സദാസമയവും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അവരുണ്ടായിരിക്കെ പിന്നെ മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നാം ഒരു വിചിന്തനം നമ്മുടെ ഉള്ളിൽ ചെയ്യേണ്ടതുണ്ട്. अल्लाह ताला कोई इबादत की कमी नहीं है। ऐसे फरिश्ते हैं, सरकार दो आलम सल्लल्लाहु अलैहि वसल्लम इरशाद फरमाते हैं, अगर कोई क़ियाम में है तो क़ियामत तक क़ियाम में, अगर कोई सजदे में है तो क़ियामत तक सजदे में, अगर कोई रुकू में है तो क़ियामत तक रुकू में, अगर कोई सुबहान अल्लाह कह रहा है तो क़ियामत तक सुबहान अल्लाह कह रहा है। ऐसे इबादत करने वाले रहने के बावजूद हजरत इंसान को, हमको और आपको क्यों पैदा किया? अल्लाह ताला, हम उस पर गौर और फिक्र करने की जरूरत है। वो നമ്മളെ കൊണ്ട് അല്ലാഹു വെറും ഒരു ഇബാദത്ത് ചെയ്യിപ്പിക്കുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കാരണം എങ്ങനത്തെ മലക്കുകളാണ് അവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ കുറിച്ച് വിശദീകരിക്കുന്നു. അതിൽ ചില മലക്കുകളുണ്ട്, അവർ നിസ്കാരത്തിന്റെ ഖിയാമിലാണെങ്കിൽ ആ ഖിയാമിൽ തന്നെയാണ് ഖിയാമനാൾ വരെയും കാലാകാലം ആ ഖിയാമിന്റെ അവസ്ഥയിലാണ്, നിൽക്കുന്ന അവസ്ഥയിലാണ്. അതുപോലെ ചില ആളുകൾ, ചില മലക്കുകൾ സുജൂദിലാണ്. ആ സുജൂദിലായ അവസ്ഥ ഖിയാമനാൾ വരെയും അതേ അവസ്ഥയിൽ അവർ സുജൂദിലായിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. ചിലവർ റുക്കോയിലാണ്, അവർ കാലാകാലം ആ റുക്കോയിൽ തന്നെ ആയിക്കൊണ്ട് കഴിച്ചു കൂട്ടുന്നു. ചിലവർ സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ സുബ്ഹാനല്ലാഹ് കാലാകാലമാണ് ആ സുബ്ഹാനല്ലാഹിലായിക്കൊണ്ട് തന്നെ അവർ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇത്രയും ഉന്നതമായ അവസ്ഥയിൽ അവർ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ത്, അതിന്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് നാം ഓരോ സമയത്തും ചിന്തിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ്. अल्लाह तबारक व तआला क्या इरशाद फरमा रहा है, वमा खलक़तुल जिन्ना वल इंसा इल्ला लियअबुदून, जिन्न और इंस को पैदा नहीं किया मगर मेरी इबादत के लिए, मेरी इबादत के लिए ही जिन और इंसान को मैं पैदा किया। हम अपने ज़िंदगी का ज़रा मकसद का ज़रा जायज़ा लेकर देखना। हमारा ज़िंदगी का मकसद हमारे वतन को छोड़ के ये वतन में आकर सिर्फ तिजारत करना, मेहनत करना, रात और दिन मेहनत करना, कोशिश करना, हमारा ज़िंदगी का मकसद हम अपने वतन में घर बना ले, इज़्ज़त से रहे, मकाम और मर्तबा हासिल करें, सिर्फ यही नहीं अजीज़ दोस्तों, बल्कि अल्लाह ताला हमको उसे और मकसद के लिए भी पैदा किया है। उस मकसद पर भी हमारी तवज्जो अगर रहेगी तो इंशाअल्लाह अल्लाह इस मकसद में भी हमें कामयाबी अता फरमाएगा। तो അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശം എന്താണെന്ന്, ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നാം പരിപൂർണമായും അതിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം നമ്മുടെ നാടും വീടും പറമ്പും കുടുംബവും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഉദ്ദേശത്തെ നാം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. അല്ലാതെ നാം ഇവിടെ എന്തെങ്കിലും കച്ചവടങ്ങൾ ചെയ്തുകൊണ്ട്, ബിസിനസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ വീടുണ്ടാക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ളൊരു ചിന്താഗതി മാത്രം വെച്ച് പുലർത്താതെ അതിൽ നിന്ന് മറികടന്നുകൊണ്ട് എൻ്റെ റബ്ബ് എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഉദ്ദേശം, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ആ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി നാം മുന്നേറുകയാണെങ്കിൽ നാം ആ ഉദ്ദേശം, അള്ളാഹു ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതോടുകൂടെ നമ്മൾ അതിന്റെ പിന്നിലായിക്കൊണ്ട് ഇവിടേക്ക് വന്ന ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തീകരിച്ചു തരുന്നതാണ്. आज हम ये मकसद को भूल गए हैं। हमारा मकसद नफ्स और शैतान ये ख्यालात हमारे अंदर पैदा कर दिए कि मेरी जिंदगी का मकसद सिर्फ दुनिया कमाना है। दुनिया बुजुर्गों, कमाओ, अल्लाह ताला आपको आलम असबाब में रखा है, मेहनत करो, कोशिश करो, लेकिन हमारा जो हकीकी मकसद जो अल्लाह बयान कर रहा है उसको हम मत भूलो। उसको मद्देनजर रखते हुए, उसको अपनी जिंदगी में लाते हुए, अल्लाह के मकसद को पूरा करते हुए अगर हम यहाँ पर अपनी जिंदगी को गुजारेंगे तो इंशाअल्लाह हर कदम पे अल्लाह ताला हमें कामयाबी अता फरमाएगा। അപ്പോൾ
നാം യഥാർത്ഥമായ ഈ ഉദ്ദേശ ലക്ഷ്യത്തെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യത്തെ മറന്നു കുളിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം ദുനിയാവായി മാറിയിരിക്കുകയാണ്. വെറും ദുനിയാവ് സമ്പാദിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലോകത്തിൽ നിന്ന് നാം മാറിക്കൊണ്ട് നമ്മുടെ റബ്ബ് നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണെങ്കിൽ ആ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടിക്കൊണ്ട് നാം മുന്നേറുകയാണെങ്കിൽ, അതിനു വേണ്ടിക്കൊണ്ട് നാം നമ്മുടെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉദ്ദേശ ലക്ഷ്യത്തിലായി നാം മുന്നേറുന്ന ആ ഓരോ നിമിഷങ്ങളും, നാം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ മേൽ ബർക്കത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. आज क्या हमारा मामला है, मैं यहाँ पर कोई आम बयान के लिए नहीं बल्कि आप और हमारी सबकी इस्लाह के लिए अल्लाह ताला हमको यहाँ पर जमा किया है। हम यहाँ पर आए हैं तो हम मुहासबा करें, जो हमारा मकसद है वो चल रहा है अल्हम्दुलिल्लाह, नहीं चल रहा है हम अपने मकसद की तरफ तवज्जो करें। ബഹുമാനികളെ, ഞാനിവിടെ വന്നുള്ളത് ഒരു പൊതുവായ ഒരു പ്രസംഗം പ്രസംഗിക്കാനല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് അള്ളാഹുമായുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, അധ്വാനിക്കുന്ന ആളുകളായി നാം മാറേണ്ടതുണ്ട്. आप जरा मुहासबा करके देखिए, आप अपने वतन से इतनी दूर आए हैं, तो क्या मकसद है आपको बेहतर मालूम। आप यहाँ पर आए हैं, आप मुझे बतलाइए कि आपको दिल को सुकून है, कल मुतमईन है, या अभी भी बेचैनी के आलम में, इज़्तिराब के आलम में अपनी ज़िंदगी को गुजार रहे हैं। अगर इत्मीनान है अल्हम्दुलिल्लाह, अगर नहीं है वजह क्या है उसकी, हम उस पर गौर व फिक्र करने की ज़रूरत है। ബഹുമാനികളെ, നാം നമ്മുടെ ഉള്ളിൽ ഒരു ആത്മപരിശോധന നടത്താൻ നാം തയ്യാറാവണം. നാം നമ്മുടെ നാടും വീടും വിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു ഉദ്ദേശത്തോടു കൂടെയാണ് നാം ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടെ വന്നുകൊണ്ട് നാം ഇവിടെ ജീവിതം കഴിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടോ, നമ്മുടെ മനസ്സിന് ശാന്തിയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ല, നമുക്ക് മനപ്രയാസങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, അശാന്തിയിലാണ് നമ്മുടെ ജീവിതം മുന്നേറിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സമാധാനം നമുക്ക് ലഭ്യമാവാത്തത്, എന്തുകൊണ്ടാണ് അശാന്തിയുടെ ആ പിടിമുറുക്കത്തിൽ നാം അടിമപ്പെട്ടു പോയിട്ടുള്ളത് എന്നുള്ളതിൽ നാം പരിപൂർണമായും ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറും. आज इल्ला माशाअल्लाह हर कोई परेशानी में नजर आता है, चाहे मालदार रहो, ना आम आदमी रहो या गरीब रहो, हर कोई परेशानी में आता है, किसी को हल्का सुकून नहीं है। वजह क्या है उसकी? अल्लाह जो मकसद को जिंदगी का बयान कर रहा है उसको हम भूल बैठे हैं। ബഹുമാനികളെ, ഇന്ന് ലോകത്തുള്ള ഏതൊരു വ്യക്തികളെ എടുത്തു നോക്കുകയാണെങ്കിലും ഇല്ലാ മാഷാ അല്ലാഹ്, ചില ആളുകളൊഴികെ അവരൊക്കെ പ്രശ്നങ്ങളിലാണ്, പ്രയാസങ്ങളിലാണ്. അവർക്കൊന്നും മനസ്സിന് സമാധാനമില്ല, ശാന്തിയില്ല. ഈ ഒരു അവസ്ഥയിലാണ് ലോകത്തുള്ള അധിക ജനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് സമാധാനം ലഭ്യമാവുന്നില്ല? എന്തുകൊണ്ടൊരു സമാധാനപരമായ ജീവിതം ഇവർക്ക് ലഭ്യമാവുന്നില്ല എന്ന് വെച്ചാൽ, അവരെ ഏതൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടേക്ക് സൃഷ്ടിച്ചയച്ചിട്ടുള്ളത് ആ ഉദ്ദേശത്തെ അവർ മറന്നു കുടിച്ചിരിക്കുകയാണ്. अब आप ये कहेंगे अल्हम्दुलिल्लाह मैं जिंदगी के मकसद को पूरा कर रहा हूँ, अल्लाह जो मकसद बयान किया है मैं उसको पूरा कर रहा हूँ। वजह क्या है? मैं इबादत कर रहा हूँ अल्हम्दुलिल्लाह, मैं नमाज पढ़ रहा हूँ, रोज़ा रख रहा हूँ, ज़कात और हज कर रहा हूँ। सिर्फ यही इबादत नहीं अजीज दोस्तों, बल्कि हमारा हर लम्हा इबादत में गुजरे, ये अल्लाह का मकसद है। अल्लाह ताला पैदा क्यों किया वाज़ेह तौर पर बयान कर रहा है। मैं जिन और इंस को पैदा नहीं किया, अगर किया हूं तो सिर्फ मेरा एक ही मकसद है कि वो इबादत करे, इबादत में अपनी औकात को, अपनी जिंदगी को गुजारे। हम सिर्फ मौक़ती तौर पे मुख्तसर वक्त में हम इबादत करके हम कभी इत्मीनान में नहीं रह सकते कि मैं अपनी जिंदगी के मकसद को पूरा कर रहा हूँ। അപ്പോൾ ഒരു പക്ഷേ നാം പറഞ്ഞേക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ ആ ഉദ്ദേശം ഞാൻ പൂർത്തിയാക്കുന്നുണ്ടല്ലോ. കാരണം ഇബാദത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഇബാദത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ നോമ്പ് നോക്കുന്നവനാണ്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നവനാണ്, ഞാൻ ഹജ്ജ് ചെയ്യുന്നവനാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ നാം മുന്നിൽ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നവരാണെന്ന് ഒരു പക്ഷേ നാം പറഞ്ഞേക്കാം. പക്ഷേ അത് മാത്രമല്ല ഇബാദത്ത്. ഇബാദത്ത് നമ്മൾ ഓരോ സെക്കൻഡുകളും ഇബാദത്തിലായി മാറണം, ഓരോ നിമിഷങ്ങളും നാം ഇബാദത്തിലായി മാറണം. താൽക്കാലികമായ സമയനിശ്ചിതമായ ചില ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചവരാണെന്ന് മനസ്സിലാക്കൽ അത് തെറ്റായ ഒരു സംഗതിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെ ഇവിടെ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ഇബാദത്തിന് വേണ്ടി മാത്രമാണ് എന്നാണ് പറയുന്നത്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഓരോ സെക്കൻഡുകളും എല്ലാ സമയങ്ങളും അത് ഇബാദത്തിലായി മാറുക തന്നെ വേണം. ये मकसद को हम भूल बैठने की वजह से क्या हो रहा है, हम अपने खल्क को इत्मीनान में नहीं ला सक रहे हैं। अल्लाह क्या इरशाद फरमा रहा है, खल्क कब इत्मीनान में होगा, खल्क कब इत्मीनान पाएगा। वाज़ेह तौर पर अल्लाह बयान कर रहा है, अला बिज़िक्रिल्लाहि तत्मइन्नुल क़ुलूब। अल्लाह को याद करो, जिक्र करो। अगर तुम अल्लाह को याद करेंगे, जिक्र को तुम अपने अंदर जारी करेंगे, होगा क्या, तुम दायमी इबादत में मसरूफ हो जाएंगे और फिर उसी के साथ साथ तुम्हारा खल्क इत्मीनान भी पाएगा। ബഹുമാനികളെ, ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം ജനങ്ങൾ മറന്നുപോയതിനാൽ അവരുടെ ഉള്ളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ സദാസമയം അല്ലാഹുവിന്റെ ഇബാദത്തിലായ മാറുന്ന ആളുകൾക്ക് മാത്രമാണ് ആ സമാധാനത്തിന്റെ ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുന്നത്. അതാണ് അല്ലാഹു പറയുന്നത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന്റെ സമാധാനം അത് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. ഇങ്ങനെ സദാസമയം ഇബാദത്തിലായ മാറുന്ന ആൾക്കാണ് യഥാർത്ഥമായ മനസ്സിന് സമാധാനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ഇങ്ങനെ നാം മുന്നേറുകയാണെങ്കിൽ നാം ദായിമിയായ നിലക്ക് സദാസമയം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളായി മാറുകയും അതിലൂടെ നമുക്ക് അല്ലാഹു അവന്റെ ഭാഗത്ത് നിന്ന് സമാധാനം നൽകുകയും ചെയ്യുന്നതാണ്. हम सिर्फ नमाज रोजे को इबादत समझे, नमाज रोजा ही सिर्फ इबादत नहीं है। अल्लाह क्या इरशाद फरमा रहा है, फैज़ा ख़ज़यतुमुस सलाह। हमारी सोच अल्लाह को पता है, मालूम है कि बंदा क्या सोचता है, क्या फिक्र करता है, उसके मुताबिक अल्लाह ताला बयान फरमा रहा है। बंदा जो समझ रहा है कि सिर्फ नमाज ही इबादत है, ऐसे नहीं है। फैज़ा ख़ज़यतुमुस सलाह, जब तुम नमाज से फारिग हो जाओ, अल्लाह ये इरशाद फरमा फ़ज़्कुरुल्लाह क़ियामन व क़ुऊदन व अला जुनूबि। अब तुम अल्लाह का जिक्र करो, बैठे हैं, उठे हैं, लेटे हैं, चाहे जो भी तुम सूरत में हो, हर वक्त दाइमन तुम अल्लाह को पुकारते रहना, ये इबादत है। अल्लाह ताला इस इबादत को करने की हमें और आप तौफीक अता ഫർമാനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ ചിന്താഗതികളെ പരിപൂർണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, നമ്മുടെ ചിന്തക്കനുസൃതമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ വിശദീകരിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫൈദാ ഖളൈതുമുസ് സലാത്ത, നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ എന്നാണ്. കാരണം നാം നിസ്കാരത്തെ മാത്രമാണ് ഇബാദത്തായി മനസ്സിലാക്കുന്നത്, നാം നോമ്പിനെ മാത്രമാണ് ഇബാദത്തായി മനസ്സിലാക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട്, നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ, ഫൈദാ ഖളൈതുമുസ് സലാ, നിസ്കാരം കഴിഞ്ഞു കടന്നാൽ, ഫദ്കുറുല്ലാഹ ഖിയാമൻ വ ഖുഊദൻ വ അലാ ജുനൂബിക്കും, നിങ്ങളുടെ നൃത്തത്തിലും നിങ്ങളുടെ ഇരുത്തത്തിലും നിങ്ങളുടെ കടത്തത്തിലും അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി മാറണം. അഥവാ സദാസമയവും അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി മാറണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായിരിക്കുന്ന ആയത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. जब तुम दाइमन तुम अपने अंदर जब जिक्र इलाही को तब तुम जारी करोगे, क्या होगा, तुम्हारा जिंदगी का मकसद भी पूरा होगा और अल्लाह के फजल से हम सब अहले सिलसिला है, अहले तरीक़ है। अल्लाह हम सबों को शियूख से निस्बतें अता किया है, हमारा बैत का मकसद को भी अल्लाह पूरा फरमाए ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ നാം സദാസമയം അള്ളാഹുവിനെ ഓർക്കുന്നവരായി അവന്റെ ഇബാദത്തിലായി ജീവിക്കുന്നവരായി മാറിയാൽ നമ്മുടെ ജീവിത ഉദ്ദേശം അതെന്താണെങ്കിൽ അത് നാം പൂർത്തിയാക്കുന്നവരായി മാറും. മാത്രമല്ല അള്ളാഹുവിന്റെ ഫضل കൊണ്ട് നാമൊക്കെ തരീഖത്തിന്റെ അഹലുകാരാണ്. നമുക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളായ നമ്മുടെ മശായിഖന്മാരോട് ബന്ധം അള്ളാഹു നൽകിയിട്ടുണ്ട്. അവരോട് ബൈഅത്ത് ചെയ്തവരാണ്.
ഈ ബൈഅത്തിന്റെ ഉദ്ദേശം എന്താണെങ്കിൽ ആ ഉദ്ദേശത്തെയും പൂർത്തിയാക്കുന്നവരായി മാറുന്നവരാണ് നാം. आज हमारे अंदर क्यों जिक्र जारी नहीं हो रहा है, क्यों हमको ज़ौक़ और शौक़ नहीं हो रहा है अल्लाह को याद करने का? वजह क्या है? आज दुनिया की मोहब्बत इतनी भरी हुई है, आज हमको अल्लाह के एहसानात नहीं मालूम, अल्लाह क्या कर रहा है, कैसा है, बुजुर्गों कैसा वो हम पर एहसानात कर रहा है, हमको इसका एहसास नहीं। सिर्फ दुनिया हमारी नज़रों में है, हम आखिरत को अल्लाह को भूल गए हैं, जिसकी वजह से जिक्र भी हमारे अंदर जारी नहीं हो रहा है। ബഹുമാനികളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹുവിന്റെ സ്മരണ നടന്നു കിട്ടാത്തത്? കാരണം നാം അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങളെ, അള്ളാഹു നമ്മുടെ മേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ മറന്നുപോയിരിക്കുകയാണ്. നാം വെറും ദുനിയാവിന്റെ മുഹബ്ബത്തിലായി, ദുനിയാവിന്റെ സ്നേഹത്തിലായി, ദുനിയാവിന് വേണ്ടി കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുന്നവരായി മാറി. അള്ളാഹുവിന് വേണ്ടി ജീവിക്കാനോ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി മാറാൻ നാം തയ്യാറായില്ല. മാത്രമല്ല അള്ളാഹു നമ്മുടെ മേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട് ആ അള്ളാഹുവിനോട് മുഹബ്ബത്തുള്ളവരായി മാറാൻ നാം തയ്യാറാകാത്തത് കാരണം നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് അള്ളാഹുവിന്റെ ദിക്ർ നടക്കാത്ത ഒരവസ്ഥയാണ് സംജാതമായി കൊണ്ടിരിക്കുന്നത്. आज हम अल्लाह को नहीं जाने, अल्लाह कौन, अल्लाह क्या कर रहा है, अल्लाह कैसा हमारे साथ है, अल्लाह कैसा हमारी जरूरतों को पूरा कर रहा है, क्या क्या एहसानात परवरदिगार के हम पर है। आज उसका एहसास हमारे अंदर न होने की वजह से आज हमको अल्लाह की याद करने को भी हमको मौका नहीं है, वक्त नहीं है। आज हम अल्लाह को याद भी नहीं कर रहे हैं, ऐसे महसूस होता है अल्लाह दोस्त नहीं, नौजुबिल्लाह हमारा दुश्मन है। अल्लाह ताला हम और आपको सही समझने की तौफीक अता फरमाए। നാം ഇന്ന് അള്ളാഹുവിനെ ഓർക്കാതെ വെറും ദുനിയാവിന്റെ മുഹബ്ബത്തിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആരാണ് അള്ളാഹ് എന്നുള്ള അറിവ് നമുക്കില്ല. അള്ളാഹു ആരാണ്, അവൻ എവിടെയാണ്, അവൻ എന്താണ് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാതെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനോ പഠിക്കാനോ നാം തയ്യാറാവാതെ നാം വെറും ദുനിയാവിന്റെ ആ ലോകത്തിലൂടെ മുന്നേറുന്നത് കാരണം നമ്മുടെ ഉള്ളിൽ ദിക്ർ നടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ നിയമത്തുകൾ നമ്മുടെ മേൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ആ നിയമത്തുകൾക്ക് യഥാർത്ഥമായി നന്ദി രേഖപ്പെടുത്താതെ ആ നിയമത്തുകൾ നാം മറന്നു പിടിച്ചുകൊണ്ട് നാം എന്തോ ഒരു ജീവിതം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് നാം അള്ളാഹുവിന്റെ ഓർമ്മയിലാവുകയാണെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി മാറുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഇഹ്സാനുകൾ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം ഓർക്കുന്നവരായി മാറുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർമ്മ നമ്മിലുണ്ടാവും. അല്ലാത്ത പക്ഷം ആ ഓർമ്മയിൽ നിന്ന് നാം വിദൂരമായി കൊണ്ടേയിരിക്കുന്നതാണ്. इसीलिए अल्लाह तबारक व तआला हमारी सोच, हमारे वहम को, हमारे गुमान को जानकर उसके मुताबिक अल्लाह ताला कई कलामुल्लाह में कई जगहों पर अल्लाह ताला बयान कर रहा है, अलग अलग अंदाज से बयान कर रहा है। अल्लाह ताला क्या इरशाद फरमा रहा है, वज़्कुर इस्म रब्बिका, तुम अपने रब के इस्म को याद करो, जिक्र करो। ബഹുമാനികളെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചിന്താഗതിക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നാം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പല സ്ഥലങ്ങളിലായി, പലയിടങ്ങളിലായി, പല രൂപങ്ങളിലായി, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത അവസ്ഥകളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ച് മനസ്സിലാക്കി തരികയാണ്. ഒരായത്തിൽ അല്ലാഹു തആല പറയുകയാണ്, വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല, നിങ്ങളുടെ റബ്ബിന്റെ നാമത്തിനെ നിങ്ങൾ ഓർക്കുക എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. आज हमको रब किसे कहते हैं नहीं मालूम, अल्लाह ताला ऐसे जमाने से हमको गुजार रहा है, अल्लाह हमको समझने की तौफीक अता फरमाए। ഇന്ന് നമുക്ക് റബ്ബ് ആരാണ് എന്ന് പോലും അറിയുകയില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ റബ്ബ് ആരാണ്, എന്താണ് എന്നൊക്കെ അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാവട്ടെ. रब कौन है? अगर कोई बंदा जान ले खुदा की कसम, उसको याद करने के अलावा दूसरा कोई चारा ही बंदे के पास नहीं रहेगा। അഥവാ ഏതെങ്കിലും ഒരടിമ റബ്ബ് ആരാണെന്ന് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്തു കഴിഞ്ഞാൽ ആ റബ്ബിനെ ഓർക്കുക എന്നല്ലാത്ത മറ്റൊരു ജോലി ആ അടിമയ്ക്കൊരിക്കലും ഉണ്ടാവുകയില്ല. आज
हमारे अहले सिलसिला में भी कई लोग, मेरे शेख के पास भी, हमारे पास भी कई लोग कई बार आते हैं, जिक्र जारी नहीं हो रहा है, जिक्र जारी नहीं हो रहा है। बुजुर्गों, जिक्र के लिए सिर्फ पीर की तवज्जो ही नहीं, बल्कि आपको मेहनत की भी ज़रूरत है, मेहनत की भी ज़रूरत है। बुजुर्गों, इल्म हासिल करने की ज़रूरत है, रब की रुबूबियत को जानने की ज़रूरत है, अल्लाह को जानने की ज़रूरत है। जब आप जान लेंगे खुदा की कसम, आपकी मेहनत, पीरों की तवज्जो, अल्लाह का फजल ऐसा जारी होगा, गफलत को अल्लाह ताला दायमी जिक्र में तब्दील फरमाएगा। ബഹുമാനികളെ, നമ്മുടെ സിൽസിലന്റെ ഒരുപാട് ആളുകൾ തന്നെ പല പ്രാവശ്യമായി പലപ്പോഴും എൻ്റെ ഷെയ്ഖിന്റെ അടുക്കൽ വരുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുക്കലും പലവരും വരാറുണ്ട്. ഞങ്ങളുടെ ഉള്ളിൽ ദിക്ർ നടക്കുന്നില്ല, ദിക്ർ നടക്കുന്നില്ല, ദിക്ർ നടക്കുന്നില്ല. ബഹുമാനികൾ, നമ്മുടെ ഉള്ളിൽ ദിക്ർ നടക്കണമെങ്കിൽ ഒന്നാമതായി നാം അതിൽ അധ്വാനിക്കുന്നവരായി മാറണം. നാം അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരായി മാറണം, പരിശ്രമിക്കുന്നവരായി മാറണം. വെറും ഷെയ്ഖിന്റെ തവജ്ജോ മാത്രം പോരാ. ഷെയ്ഖിന്റെ തവജ്ജോടുകൂടെ നാം അതിനു വേണ്ടി അധ്വാനിക്കുന്നവരായി മാറണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരായി മാറണം. അങ്ങനെ നാം മുന്നേറുകയാണെങ്കിൽ, നാം നമ്മുടെ ഉള്ളിൽ ദിക്ർ നടക്കുന്നില്ലെങ്കിൽ നാം അധ്വാനിക്കുന്നവരായി മാറുകയും നമ്മുടെ അധ്വാനവും ഷെയ്ഖിന്റെ തവജ്ജുവും അള്ളാഹുവിന്റെ ഫദ്ലും നമ്മോട് ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉന്നതമായ അവസ്ഥയിൽ അള്ളാഹുവിനെ ഓർക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുന്നതാണ്. अब आपके अंदर शैतान एक शक पैदा करेगा, अरे शेख की तवज्जो से काम नहीं चलता तो फिर शेख से जुड़ के फायदा क्या है। ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ശൈത്താൻ ഒരു സംശയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഷെയ്ഖിന്റെ തവജ്ജു നമ്മുടെ മേൽ, ഒന്നും ഷെയ്ഖിന്റെ തവജ്ജു കൊണ്ട് ഒരു കാര്യവും നടക്കൂല എന്ന് പറഞ്ഞാല് പിന്നെ ഈ ഷെയ്ഖിനോട് ബന്ധം സ്ഥാപിച്ചിട്ട് പിന്നെ നമുക്ക് എന്താണ് കാര്യമുള്ളത്? बुजुर्गों, अल्लाह ऐसा ही फजल नहीं फरमाता, अल्लाह ऐसे ही फजल नहीं फरमाता। जब तक बंदा मेहनत न करे, कोशिश न करे, अल्लाह ऐसे ही फजल नहीं फरमाता किसी पर। अल्लाह उसी पर फजल फरमाता है जो बंदा कोशिश करता है, मेहनत करता है। ബഹുമാനികളെ, അള്ളാഹു ഫദ്ൽ ചെയ്യുന്നവൻ തന്നെയാണ്. പക്ഷേ അള്ളാഹു വെറുതെ ഒരാളെ മേലെ ഫദ്ൽ അങ്ങനെ ചെയ്യാന്നുള്ളൊരു പരിപാടിയില്ല. കാരണം അള്ളാഹു ഫദ്ൽ ചെയ്യണമെങ്കിൽ ഏതൊരാൾ അധ്വാനിക്കുന്നോ, ഏതൊരാൾ പരിശ്രമിക്കുന്നോ, ആ അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും തോത് കണ്ടുകൊണ്ട് അത് എത്രത്തോളമാണോ അതിനനുസരിച്ച് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയുടെ ഫദ്ല്, അവന്റെ ഔദാര്യം നൽകുക. इस्माइल अलैहिस्सलाम को रखते हुए हजरत हाजरा अलैहिस्सलाम को सफा से मरवा दौड़ने की जरूरत क्या थी? जब अल्लाह देने वाला है, खिलाने वाला है, पिलाने वाला है, फजल फरमाने वाला है, बगैर दौड़ लगाए के भी फजल फरमा सकता था, क्यों नहीं किया परवरदिगार? ബഹുമാനപ്പെട്ട ആ കുഞ്ഞു പൈതലായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ കിടത്തിക്കൊണ്ട് മഹദിയായ ഹാജറ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ ആ മലകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന് ഫദ്ൽ ചെയ്യണമെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഓടിച്ചത്? അങ്ങനെ ഓടിക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ. അള്ളാഹുവിന് നേരെ ഫദ്ൽ ചെയ്താൽ മതിയല്ലോ. പക്ഷേ അവിടെയും നാം കാണുന്നത് ഹാജറ റളിയല്ലാഹു തആല അൻഹു ആ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അവിടെ കിടത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഫദ്ൽ തേടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു അവസ്ഥയാണ്. बदर में जाके सरकार को, सहाबा को शहीद करवाने की क्या जरूरत थी? जब जंग कामयाब होना ही था, जब जंग में फतेह मिलना ही थी, तो फिर इतनी मेहनत की क्या जरूरत है? मोहम्मदुर रसूलुल्लाह। ബദറിൽ മഹാന്മാരായ മുസ്ലിം സമുദായത്തിന്, സഹാബാക്കൾക്ക് വിജയം അള്ളാഹു നൽകുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷേ ആ ഫദ്ൽ അവരുടെ മേൽ ചൊരിയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സഹാബാക്കളെ കൊണ്ടുപോയതും ഒരുപാട് സഹാബാക്കളെ ഷഹീദാക്കിയതും എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ ഫദ്ല് നമ്മുടെ അധ്വാനം കൂടാതെ കിട്ടുമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. उहद में जाके सरकार दो आलम सल्लल्लाहु अलैहि वसल्लम को दंदान मुबारक शहीद करवाने की जरूरत क्या थी? जब फजल फरमाना था तो बैठी जगह जंग कामयाब हो जाती, न जंग होती, न दंदान मुबारक शहीद होते, कामयाबी मिल जाती। ആ കഠിന കഠോരമായ ഉഹുദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പവിത്രമായ മുബാറക്കായ പല്ല് ഷഹീദാവുകയുണ്ടായി. അള്ളാഹുവിന്റെ ഫദ്ൽ ചെയ്തുകൊണ്ട് അള്ളാഹു ഇവരെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ യുദ്ധം അവിടെ തന്നെ വിജയിപ്പിക്കുമായിരുന്നു. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ പല്ല് ഷഹീദാക്കിയത്? മറ്റുള്ള എത്രയോ സഹാബാക്കൾ അവർ ഷഹീദാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? വെറും ഫദ്ൽ മാത്രം ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ അവർക്കുണ്ടായിരുന്നില്ല. मालूम क्या हुआ?
जितना बंदा कसब करेगा अल्लाह उतना फजल फरमाएगा। അപ്പൊ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് എത്രത്തോളം അടിമ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നോ, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നോ, അതിനനുസരിച്ചായിരിക്കും അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളിൽ ചൊരിയുക. जितना हम अपने जिक्र को जारी करने की हम कोशिश करेंगे अल्लाह उतना फजल फरमाएगा, गफलत को जिक्र में तब्दील करेगा। എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ദിക്ർ നടക്കാൻ വേണ്ടി നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നോ അതിനനുസരിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ മേൽ ഫളിൽ ചെയ്യുന്നതാണ്. നമ്മുടെ ഗഫലത്ത് മാറി നമ്മൾ അശ്രദ്ധമായി ആ അശ്രദ്ധമായ അവസ്ഥയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദിക്റിന്റെയും സ്മരണന്റെയും അവസ്ഥയിലായി മാറ്റിമറിക്കുന്നതാണ്. नाज़रीन इकराम, अल्लाह क्या इरशाद फरमा रहा है, वज़्कुर इस्म रब्बिका, तुम अपने रब के इस्म का जिक्र करो। रब कौन, हम उसको जानने की हम कोशिश करें। ബഹുമാനികളെ, അള്ളാഹു പറയുന്നത് എന്താണ്? വദ്കുർ ഇസ്മ റബ്ബിക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ നാമത്തെ ഓർക്കുക. അപ്പൊ ഇവിടെ റബ്ബ് ആരാണ് എന്ന് മനസ്സിലാക്കാൻ നാം തയ്യാറാവുക. बुजुर्गों, रब कौन है? शय नाखिस को तरतीब कामिल करने वाले को रब कहते हैं। ബഹുമാനികളെ, റബ്ബ് ആരാണ്? ഒരു നാഖിസായ ഒന്നുമല്ലാത്തൊരു വസ്തുവിനെ അതിനെ തർത്തീബായി പടിപടിയായി കൊണ്ട് അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നവനാണ് റബ്ബ് എന്ന് പറയുന്നത്. अल्लाह क्या इरशाद फरमा रहा है, तुम कुछ नहीं थे, तुम्हारी हकीकत ये थी कि तुम नाम लेने के भी काबिल नहीं थे, तुम नाम लेने के भी काबिल नहीं थे। अल्लाह ताला तुमको नाम लेने के काबिल बनाया। अल्लाह ताला तुम्हारी हकीकत कुछ नहीं थी, अल्लाह ताला एक नुत्फे से अल्लाह ताला तुम्हारी सूरत को खींचा। युसव्विरुकुम फिल अरहामी कैफा यशा, तुम्हारे माँ के रहमों में तुम्हारी सूरत को खींचा। ए अलग तरतीब अल्लाह ताला तुमको नक्श से कमाल की तरफ लाता गया। अल्लाह ये इरशाद फरमा रहा है, तुम उस रब को याद करो, तुम उस रब का जिक्र करो। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയുന്നതാണ്. നിങ്ങൾ ഒന്നുമല്ല, നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു വസ്തു എന്ന് തന്നെ പറയപ്പെടാൻ പറ്റിയിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്? ആ അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നുത്ഫയാക്കി മാറ്റുന്നു. ആ നുത്ഫയിൽ നിന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിത്രം വരക്കുകയാണ്, നമ്മുടെ രൂപം വരക്കുകയാണ്. യുസബ്ബിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ, നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ എങ്ങനെയാണ് നാം നിങ്ങളുടെ രൂപം വരച്ചത്, ചിത്രം വരച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ഒന്നും എന്തെങ്കിലും നമ്മെ കുറിച്ച് പറയപ്പെടാൻ പറ്റാത്ത ആ അവസ്ഥയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായിക്കൊണ്ട് നമ്മെ ഏതൊരവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. बुजुर्गों, मेरे शेख मेरे वालिद इरशाद फरमाते थे, मियाँ आज रब की रुबूबियत का हमको एहसास नहीं है। रब की रुबूबियत कैसा, अपने रुबूबियत के फैजान से हमको मालामाल किया है हमारा रब। माँ बाप मिले, मुलाकात हुई, सोहबत किए, जब फारिग हुए, जब अपनी नफ्स की ख्वाहिश को पूरा किए, जब नजासत से जब फारिग होने के बाद जब एक अंदर एक बेचैनी होकर जब वो हुसूल किए, नापाकी की हालत से वो पाकी की हालत में आए, अल्लाह ताला वो नजासत का एक खतरे को अल्लाह ताला कैसा माँ के रहम में उतार कर हमारी सूरत को खींचा है। अगर वो रब की रुबूबियत को अगर हम जान लेंगे अल्लाह हम पर फजल फरमाएगा। ബഹുമാനികളെ, എൻ്റെ ഉപ്പ, എൻ്റെ ശേഖ അവർ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് നാം നമ്മുടെ റബ്ബിന്റെ ആ റുബൂബിയത്തിന്റെ ഫൈലാനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത അവസ്ഥയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു, എങ്ങനെയാണ് നാം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്, ഇപ്പോൾ കാണുന്ന ഈ കോലത്തിൽ ഈ രൂപത്തിൽ നാം ആയി മാറിയത് എങ്ങനെയാണ്, നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ ഉമ്മയും ഉപ്പയും പരസ്പരം അവർക്ക് ചില സമയങ്ങൾ വന്നപ്പോൾ ആ സമയത്ത് അവർ ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ട സമയത്ത് അവരിൽ നിന്നും വന്നതായ ഒരു നജസ്, ഹനഫി മദ്ഹബ് അനുസരിച്ച് നജസായ ആ മനിയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുന്നത്. അഥവാ നജസിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇത്രയും എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഫൈലാനെയാണ് നാം കാണേണ്ടത്. എങ്ങനെയാണ് ആ റുബൂബിയത്തിന്റെ ഫൈലാനെ നമ്മോട് അള്ളാഹു ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നാം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. बुजुर्गों, हम नाम लेने के काबिल नहीं थे, वो रब हमें क्या मुकाम अता किया। आज हमको अल्लाह ये इरशाद फरमा रहा है, तुम ही इज्जत के रखने वाले।
हम नाम लेने के काबिल नहीं थे, आज अल्लाह इज्जत दिया है, तो रब के रुबूबियत का फैजान है या नहीं है? ഒന്നും എന്തെങ്കിലും ഒരു വസ്തു എന്ന് തന്നെ പറയപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്ന നമ്മെ ഇന്ന് ഈ അവസ്ഥയിലാക്കിക്കൊണ്ട് പിന്നെ അള്ളാഹു താല പറയുന്നത് എന്താണ്? നിങ്ങളാണ് ഏറ്റവും ഇസ്സത്തുള്ളവർ, ഏറ്റവും അഭിമാനമുള്ളവർ, ബഹുമാനമുള്ളവർ നിങ്ങളാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നും പറയപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഇത്രയും ബഹുമാനത്തിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് നാം എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എത്തിപ്പെട്ടിട്ടുള്ളത്? അതാ റുബൂബിയ്യത്തിന്റെ ഫൈദാൻ നമ്മോട് ബന്ധപ്പെട്ടതിന്റെ പേരിലല്ലേ നമ്മെ ഇത്രയും ഉന്നതമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടുള്ളത്? हम नहीं थे, कुछ नहीं थे, हमको ना पहचानते थे, ना कोई जानते थे, ना कोई हमारी शनाख्त थी, कुछ नहीं थे। नहीं से है में लाने वाली जात के रब के रुबूबियत का फैजान है या नहीं है? ये नहीं थे हम, नहीं से है में लाया है, रब का रुबूबियत का फैजान है या नहीं है? ये फैजान को जानो, रब के एहसानात को जानो। सिर्फ माँ के पेट से बाहर निकालना है, सिर्फ इतना ही रब के रुबूबियत का फैजान नहीं है, बल्कि आज तक भी जो हम कामिल होते जा रहे हैं, हद्दे कमाल पे जो पहुंच रहे हैं हर मामले में, ये रब के रुबूबियत का ही फैजान है। जो आज तक हम यहाँ पर क़ियाम में हैं, जो आज तक हम यहाँ पर जो ज़हूर में हैं, जो आज हम दूसरों को हम देख रहे हैं, लोग हमको देख रहे हैं, ये सिर्फ रब के रुबूबियत का फैजान है। ये फैजान को जानो, ये रब के रुबूबियत को जानो। जब ये जानेंगे तो इंशाअल्लाह ख़बर में भी हमको आसानी पैदा होगी। ബഹുമാനികളെ, നാം ഇന്ന് ഈ റുബൂബിയത്തിന്റെ ഫയല് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. കാരണം നാം ഏത് അവസ്ഥയിലായിരുന്നു? ഒന്നുമല്ല, ഒരു വസ്തുവാണെന്ന് പറയപ്പെടാൻ പറ്റാത്ത അവസ്ഥ, അഥവാ ഇല്ല, നാം ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഹക്കീക്കത്ത് തന്നെ ഈ ലോകത്ത് കാണപ്പെട്ടിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു നമ്മളെ. ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ഈ ഉള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നവൻ ആരാണ്? എങ്ങനെയാണ് ഈ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മെ ഈ ഉള്ള ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അതവന്റെ റുബൂബിയത്തിന്റെ ഫൈലാനാണ്. ആ റുബൂബിയത്തിന്റെ ഫൈൽ നമ്മോട് ബന്ധപ്പെട്ടതോടുകൂടെ ഇല്ലായ്മയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനികൾ, വെറും നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല റുബൂബിയത്തിന്റെ ഫൈലാൻ. മറിച്ച് നാം ഇന്ന് ഓരോ സെക്കൻഡുകളിലും, അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഓരോ സെക്കൻഡുകളിലും ആ റുബൂബിയത്തിന്റെ ഫൈൽ നമ്മോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ പേരിലാണ് നാം ഇന്ന് ഇല്ലായ്മയിൽ നിന്നും ഉള്ള ഈ അവസ്ഥയിലേക്ക് ഓരോ സെക്കൻഡുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ പറയപ്പെടാൻ പറ്റാത്ത അവസ്ഥകളിൽ നിന്നും നമ്മുടെ ഈ നല്ല അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ആ റുബൂബിയത്തിന്റെ ഫൈൽ കൊണ്ട് മാത്രമാണ്. അപ്പോ ഓരോ സെക്കൻഡുകളിലും ഓരോ സമയങ്ങളിലും വെറും ഉമ്മയുടെ ഗർഭാശയത്തിൽ മാത്രമല്ല, എല്ലാ നിമിഷങ്ങളിലും എന്റെ റബ്ബിന്റെ ഫൈലാൻ, ആ റുബൂബിയത്തിന്റെ ഫൈല് എന്നോട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നതിൽ പരിപൂർണ ബോധമുള്ളവരായി മാറേണ്ടതുണ്ട്. दोस्तों, हम आज हमारा क्या मामला है? हम नमाज पढ़ते हैं, रोजा रखते हैं, क्यों रख रहे हैं? किसके लिए रख रहे हैं? अल्लाह के लिए रख रहा हूँ। सिर्फ नमाज रोजा सिर्फ अल्लाह के लिए पढ़ने से नहीं चलेगा काम। बुजुर्गों, अल्लाह कौन है, क्या है, कैसे अपने रुबूबियत के फैजान से मालामाल कर रहा है, उसको जानने की कोशिश करो। रब को हम नहीं जानेंगे, फिर अल्लाह की इबादत करेंगे तो कोई फायदा नहीं है। अल्लाह जब खबर में जाएंगे तो तेरा अल्लाह कौन है फरिश्ते सवाल नहीं करेंगे, मन रब्बुका का सवाल होगा। वहाँ तेरा रब कौन है वो सवाल होगा। वहाँ पर हमको रब के रुबूबियत का फैजान को जानने के बाद ही बंदा जवाब दे सकेगा। अगर जाना नहीं, पहचाना नहीं, फैजान रुबूबियत को नहीं समझा तो बंदा क्या जवाब दे सकेगा खबर में? हमको जवाब देना है खबर में। दुनिया में जब तक जमीन के ऊपर है, रब के रुबूबियत को जानो, रब के रुबूबियत को पहचानो, रब के रुबूबियत के फैजान से मालामाल होने की कोशिश करो। तो जब जमीन के नीचे जाएंगे तो इंशाअल्लाह आसानी से हम जवाब दे सकने वाले बनेंगे। നാം നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, അതോടുകൂടെ നാം നിസ്കരിക്കുന്നവരാണെന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ നോമ്പ് നോക്കുന്നവനാണെന്ന ബോധമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ എന്ത് നിസ്കാരമാണ് നാം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്ത് നോമ്പാണ് നാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്? നാം ഏതൊരുത്തിന് വേണ്ടിയിട്ടാണോ നിസ്കരിക്കുന്നത്, നോമ്പ് അനുഷ്ഠിക്കുന്നത് എങ്കിൽ അവനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിലില്ലാതെയായി പോയിട്ടുണ്ട്. ആ റബ്ബിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഉള്ളിലില്ലാതെയായി പോയിട്ടുണ്ട്. ആ
ആ റബ്ബിന്റെ ഫൈൽ എങ്ങനെയാണ് നമ്മോട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ആ ഫൈൽ എന്താണെന്നുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ ഇല്ലാതെയായി പോയിട്ടുണ്ട്. ഇങ്ങനെ റബ്ബിനെ കുറിച്ചുള്ള അറിവില്ലാതെ, അഥവാ നാം ആർക്ക് വേണ്ടിയിട്ടാണോ നിസ്കരിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ നോമ്പ് അനുഷ്ഠിക്കുന്നത്, അവനോടൊരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ നാം ഒരുപാട് നിസ്കരിച്ചിട്ട് നോമ്പ് നോറ്റിട്ട് എന്ത് കാര്യമാണുള്ളത്? ബഹുമാനികളെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നാം ഈ ലോകത്തുനിന്ന് ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ നിസ്കാരങ്ങളെ കുറിച്ചോ മറ്റുള്ള ആരാധനകളെ കുറിച്ചോ അല്ല, മറിച്ച് റബ്ബ് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നാം ഇവിടെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ആ റുബൂബിയത്തിന്റെ ഫൈൽ നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, അപ്പോഴാണ് നമുക്ക് അവിടെ മറുപടി പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നാം ഒരുപാട് ആ റബ്ബിനെ തിരിച്ചറിയാതെ ഇബാദത്തുകളായി മുഴക്കിയതിന്റെ പേരിൽ ഖബറിലെത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും മൻ റബ്ബുക എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് സാധ്യമാവുകയില്ല. മറിച്ച് നാം ആ റബ്ബിനെ കുറിച്ച് പഠിച്ച് ആ റബ്ബിനെ മനസ്സിലാക്കി ആ റുബൂബിയത്തിന്റെ ഫൈല് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഖബറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് മൻ റബ്ബുക എന്ന് ചോദ്യം ചോദിക്കുമ്പോഴേക്കും വളരെ സുന്ദരമായ രീതിയിൽ, വളരെ മനോഹരമായി കൊണ്ട് ആ മലക്കുകൾക്ക് മുമ്പിൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കുന്നതാണ്. हर वक्त बंदा रब के रुबूबियत को जानते रहे, पहचानते रहे. जब जानते पहचानते रहेगा और उसके एहसास में अपनी जिंदगी को बसर करेगा, खुदा की कसम वो कभी बंदा गाफिल नहीं हो सकता. हर वक्त परवरदिगार की याद में मसरूफ रहता है. ഏതൊരടിമ അള്ളാഹുവിന്റെ ആ റുബൂബിയത്തിനെ അറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു, സദാസമയം അതിന്റെ ഓർമ്മയിലായിക്കൊണ്ട് അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുന്നവനാണോ, എന്നാൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഒരിക്കലും അങ്ങനെയുള്ള അടിമയുടെ മനസ്സിൽ നിന്ന് അള്ളാഹുവിന്റെ ഓർമ്മ നീങ്ങുകയില്ല. അശ്രദ്ധയിലുള്ള ഒരു ജീവിതം അവനക്ക് ഒരിക്കലും സംഭവിക്കുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഓർമ്മയിലായിക്കൊണ്ട് സദാസമയം ജീവിക്കുന്നവനായി മാറുകയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് പാത്രീഭൂതനായി മാറുന്നവനുമായിരിക്കുന്നതാണ് അവൻ. हमारी ख्वाहिश क्या है? हमको मोमिन बनना है या मुनाफिक बनना है? ബഹുമാനികളെ, നമ്മുടെ ആഗ്രഹം എന്താണ്? നമുക്ക് മുഅ്മിനാവണോ അതോ മുനാഫിക്കാവണോ? क्या बनना है? मोमिन बनना है या मुनाफिक बनना है? मोमिन बनना है. मोमिन के लिए ही अल्लाह जन्नत बनाया है और मुनाफिक के लिए अल्लाह जहन्नम बनाया है. जहन्नम में जाएगा मुनाफिक. मुनाफिक का मुकाम क्या है? जहन्नम के सबसे निचला गड़ा वो मुनाफिक का प्लेस है, जगह है. अल्लाह ताला हम सबों की हिफाजत അപ്പോൾ നമുക്കെല്ലാവർക്കും മുഅ്മിനാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ആളുകളും മുഅ്മിനീങ്ങൾ തന്നെയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളാണ് മുനാഫിക്കീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. എന്നാൽ മുനാഫിക്കീങ്ങൾ അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ സ്ഥാനം എന്താണ്? അവരുടെ സ്ഥലം ഏതാണ്? അവരെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിക്കീങ്ങൾ എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുനാഫിക്കീങ്ങളിൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. अल्लाह वाज़ेह तौर पर बयान कर रहा है, कलील जिक्र करने वाला, कम जिक्र करने वाला, लिमिटेड टाइम में जिक्र करने वाला कौन? मुनाफिक. ये मैं नहीं कह रहा हूँ बल्कि कुरान खुद कह रहा है, अल्लाह खुद इरशाद फरमा रहा है. और जो कसरत से अल्लाह को याद करते रहता है, हर लम्हा हर वक्त दाइमन वो अल्लाह को जब बंदा पुकारते रहता है, अल्लाह ये इरशाद फरमा रहा है वो मोमिन की निशानी है. जिक्र कसीर करने वाला मोमिन और जिक्र खलील करने वाला ये मुनाफिक. अल्लाह हम सबों को महफूज रखे. മണികളെ, ആ മുനാഫിക്കീങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? വളരെ കുറഞ്ഞ സമയം ദിക്ർ ചെയ്യുന്ന ആളുകൾ, ലിമിറ്റഡ് ആയിട്ട് സമയപരിധി വെച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തേക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ, അവർ മുനാഫിക്കീങ്ങളാണ്. ഇത് ഞാൻ പറയുകയില്ല, പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അവർ മുനാഫിക്കീങ്ങളാണ്. മുനാഫിക്കീങ്ങളുടെ അടയാളമാണത് കുറഞ്ഞ സമയത്ത് ദിക്ർ ചെയ്യുക എന്നുള്ളത്. എന്നാൽ അതേ അള്ളാഹു തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് മുഅ്മിനീങ്ങളുടെ അടയാളങ്ങൾ എന്താണ്? അവർ അധികരിച്ച സമയം ദിക്ർ ചെയ്യുന്നവരാണ്, ഒരു സദാസമയം ദിക്ർ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ മുഅ്മിനീങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിലൂടെ നമ്മൾ ബോധിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. मालूम क्या हुआ? मुनाफिक भी अल्लाह को याद करता है, मोमिन भी अल्लाह को याद करता है. कम याद करने वाला मुनाफिक, कसरत से अल्लाह को पुकारते रहने वाला मोमिन. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? മുനാഫിക്കും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്, മുഅ്മിനും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. പക്ഷേ കുറഞ്ഞ സമയത്ത് ഓർക്കുന്നവനാണ് മുനാഫിക്.
എന്നാൽ അധികരിച്ച സമയം അള്ളാഹുവിന്റെ ഓർമ്മയിലായി ജീവിക്കുന്നവനാണ് മുഅ്മിൻ. हम अल्लाह के फजल व करम से अल्लाह हमको गौसुल आजम से गरीबन नवाज की निस्बतों से अल्लाह हमको माला माल किया है। बुजुर्गों, हम मुनाफिक नहीं बनना, हम मोमिन बनने की कोशिश करेंगे। हमारी आखिरी सांस जब इस जिस्म से जब निकलेगी तो ईमान की हालत में इस दुनिया से हम जाने की हम कोशिश करना, बस हमारा जिंदगी का वही मकसद है। മാനികളെ, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആസം റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹു, ഈ മഹാന്മാരോടുള്ള ബന്ധമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നാം മുനാഫിക്കിന്റെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകരുത്, മറിച്ച് മുഅ്മിനീങ്ങളിലായിക്കൊണ്ട് ജീവിക്കുന്നവരായി മാറണം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെടുന്നവരായി മാറും. നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിന്റെ ദിക്ർ സദാസമയം നടത്തിക്കൊണ്ട് ഒരു മുഅ്മിനായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലായി മാറുകയാണെങ്കിൽ നാം ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സമയത്തും വളരെ സുന്ദരമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലായി സ്മരണയിലായിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയാൻ अल्लाह सुब्हानहु व तआला हमको तौफीक देयनदान। यही वजह है आज दुनिया में जो हम परेशान नजर आ रहे हैं, यही वजह है गफलत हमारे अंदर रहने की वजह से। आज हर कोई फोन करता है, हर किसी के जबान पे ये है, हर कई बार फोन आता है, सरकार तिजारत में परेशानी है, वो है, ये है। अल्लाह वाज़ेह तौर पर बयान कर रहा है। अल्लाह क्या इरशाद फरमा रहा है, वमन आरज़ अन ज़िक्री फ़इन्न लहू मईशतन ज़ंका। जो मेरे जिक्र से मुंह मोड़ा, वाज़ेह तौर पर क्लियर कट अल्लाह बयान कर रहा है, फ़इन्न लहू मईशतन ज़ंका। सबसे पहले मैं उसकी मईशत को तंग करूंगा, उसके मईशत को तंग करूंगा। भजन हमेशा इरशाद फरमाते थे, मियाँ अल्लाह भी ऐसी दुखती रख पे हाथ रखा बंदों के, वो रग पे हाथ लगाते हर कोई परेशान हो जाता। क्यों? मईशत तंग हो गई उसकी। മാനികളെ, ഇക്കാരണം തന്നെ ഇന്ന് അധികം ആളുകളും ഒരുപാട് പലവിധ പ്രശ്നങ്ങളിലാണ്, പ്രയാസങ്ങളിലാണ്, ബുദ്ധിമുട്ടുകളിലാണ്. പലരും പല സമയങ്ങളിലായി ഒരുപാട് ഫോണുകൾ വരാറുണ്ട്. അവരുടെ തിജാറത്തിലും അതുപോലെ പല കാര്യങ്ങളിലും അവർക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ വേദന, പ്രയാസങ്ങൾ അവർ വെളിപ്പെടുത്താറുണ്ട്. കാരണം നിന്റെയൊക്കെ പിന്നിലുള്ള പ്രശ്നം, അതിലൊക്കെ ദിക്ർ ഇവന്റെ ഉള്ളിൽ നിന്ന് ഇല്ലാതെയായിപ്പോയി, അള്ളാന്റെ ഓർമ്മയെ തൊട്ട് ഇവൻ മുഖം തിരിച്ചു പോയി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, മൻ ആറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ഏതൊരാള് എന്റെ ദിക്റിനെ തൊട്ട് മുഖം തിരിച്ചോ അവന്റെ ജീവിത മാർഗത്തെ നാം കുടുസമാക്കുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ദിക്റിനെ തൊട്ട് മുഖം തിരിച്ചത് കാരണം, അശ്രദ്ധവാനായി ജീവിച്ചത് കാരണമാണ് ഇവനിക്കിങ്ങനെ മാനസികമായ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഉപ്പ പറയുമായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്ത് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവും എങ്ങനെയാണ് അടിമയോട് ബന്ധപ്പെട്ട ആയത്തിനെ ഉദ്ധരിക്കുന്നത്, അഥവാ അവന് ഏറ്റവും പ്രശ്നമുള്ളത്, അവന് ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഏതൊരു മർമ്മമുണ്ടോ ആ മർമ്മം പിടിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിമയെ പേടിപ്പിക്കുന്നത്. അഥവാ മൻ ആറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. എന്റെ ദിക്റിനെ തൊട്ട് നിങ്ങൾ മുഖം തിരിച്ചാൽ നിങ്ങളുടെ ജീവിത മാർഗത്തെ നാം മുട്ടിക്കുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്ന് ശൈഖുന എപ്പോഴും പ്രത്യേകമായി ഉണർത്താറുണ്ട്. जब अल्लाह देता है, बंदे को नवाजता है, तो बंदा अल्लाह को भूल जाता है। लेकिन जब अल्लाह माईशत की रग को पकड़ता है, खुद बहुत बंदा अल्लाह की तरफ ही बढ़ लटता है, उसके सिवा दूसरा कोई चारा ही नहीं रहता। ഇവിടെ അള്ളാഹു എങ്ങാനും ഒരടിമക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ അവൻ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്, കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവന് പിന്നെ റബ്ബിനെ കുറിച്ചോ അള്ളാഹിനെ കുറിച്ചോ യാതൊരു ബോധം ഉണ്ടാവില്ല. എന്നാൽ അവൻ അള്ളാഹിനെ മറന്നതോടുകൂടെ അവന്റെ ഏറ്റവും മർമ്മമായ ആ ജീവിത മാർഗത്തിൽ അവൻ പിടിക്കുന്നതോടുകൂടെ, ആ നിറമ്പിൽ അവൻ അമർത്തുന്നതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് അവൻ മുതവജ്ജിയാവുകയാണ്, അള്ളാഹുവിലേക്ക് അവൻ തിരിയുന്നൊരവസ്ഥയിലേക്ക് ഈ അടിമ എത്തിപ്പെടുകയാണ്. दूसरी निशानी अल्लाह बयान कर रहा है, दूसरी अल्लाह ताला चीज बयान कर रहा है, वो क्या है? वनहशुरुहु यौमल क़ियामति आमा। और जब आखिरत में जब उसको उठाऊंगा, अंधा उठाऊंगा, अल्लाह हमारी हिफाजत फरमाए। ഇതിനുശേഷം അള്ളാഹു പറയുന്നത് എന്താണ് ആയത്തിൽ? വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി ആമ. അവരെ നാം ഖിയാമത്ത് നാളിൽ
അന്ധന്മാരായിക്കൊണ്ട് കണ്ണുപൊട്ടന്മാരായിക്കൊണ്ട് അവിടെ ഒരുമിച്ച് കൂട്ടുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള അന്ധന്മാരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. हमारी अब ख्वाहिश है या नहीं है कि सरकार को एक बार देखना है, ख्वाहिश है या नहीं हमारे शेख को एक बार देखना है, उनके शेख को एक बार देखना है, गरीबन नवाज को देखना है, गौसुल आजम को देखना है, बुजुर्गों सहाबा को देखना है, मुहम्मदुर रसूलुल्लाह. ബഹുമാനികളെ, നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ ഇല്ലേ നമുക്ക് ഇവിടുന്ന് പോയിട്ട് നമ്മുടെ ഷെയ്ഖിനെന്ന് കാണണം, ഷെയ്ഖിനെന്ന് കാണണം, അവരുടെ ഷെയ്ഖിനെന്ന് കാണണം, ഖാജ റളിയല്ലാഹു അൻഹു ഒരു നോക്ക് നോക്കണം, റസൂലുള്ളാഹിനെ ഒരു നോക്ക് നോക്കണം. അതിനപ്പുറം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ കാണണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ലേ? अब वो देखने का रास्ता कहाँ है? अब ये दुनिया में तो नहीं है, ये दुनिया में तो हम नहीं देख सकते. कहाँ देख सकते हैं रूबरू हम उनको बेहिजाब कहाँ देख सकते हैं? एक हशर ही का मैदान है, आखिरत ही है वो चीज देखने के लिए. അപ്പൊ ഇനി അവരെ കാണാൻ നമുക്കുള്ള മാർഗം എന്താണ്? ദുനിയാവിലേതായാലും നമുക്ക് കാണാൻ പറ്റുകയില്ല. ഏത് പ്രകാരം ആ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മറയും കൂടാതെ നേരെ മുഖാമുഖമായിക്കൊണ്ട് ഏതൊരവസ്ഥയിൽ അവിടുന്ന് നമുക്ക് കാണാൻ പറ്റുമോ ആ ഒരു രൂപത്തിൽ ഒരിക്കലും ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുകയില്ല. പിന്നെ ആ ഒരു അവസ്ഥയിൽ ഏറ്റവും നല്ല അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റിയൊരു ലോകമുണ്ടെങ്കിൽ അത് ആഖിറമാണ്, മാശറയാണ്. അവിടുന്ന് നമുക്ക് അവരെ കാണാൻ പറ്റുകയുള്ളൂ. अब हम अपनी जिंदगी का मामला है, एक एक सेकंड हम काट रहे हैं कि कब दीदार होगा, कब दीदार होगा. एक एक सेकंड बड़ी तकलीफ से हमारी जिंदगी से जा रहा है कि कब वो अल्लाह के महबूब बंदों का दीदार होगा, कब मुहम्मदुर रसूलुल्लाह का दीदार होगा. जब दीदार का वक्त आएगा अल्लाह हमको अंधों में उठाएगा. बंदा पूछेगा परवरदिगार मैं तो देखने वाला था ना, मैं तो देखने वाला था दुनिया में जब तक था, मैं अपने शेख को भी देखता था, उनको शेख को भी देखता था, जो देखने वाले गौसुल आजम को भी देखा, गरीबन नवाज को भी देखा, इन सबों को देखा. यहाँ पर तू क्यों मुझे अंधा उठाया? अल्लाह क्या इरशाद फरमाता है आयत में, अल्लाह बयान कर रहा है दुनिया में जब था तो मेरे निशानियों को देखकर तू मुझे भूल गया, आज मैं तुझे भूल गया. अल्लाह ताला हम सबों की हिफाजत फरमाए. ബഹുമാനികളെ, ഇങ്ങനെ നാം നമ്മുടെ ശൈഖന്മാരെയും മശായിഖന്മാരെയും കാണാനുള്ള കൊതിയിലായിക്കൊണ്ട്, ആ ഭൂതിയിലായിക്കൊണ്ട്, ആ ആഗ്രഹത്തിലായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാം ഈ ലോകത്തുനിന്ന് വിട പറയുകയാണ്. പക്ഷേ നാം അവിടെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നാം ഏതൊരാളുകളെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടെയാണോ ഇവിടുന്ന് പോയിട്ടുള്ളത് എങ്കിൽ അവിടുന്ന് അല്ലാഹു ചെയ്യുന്നത് എന്താണ്? അവിടെ നാം അന്ധന്മാരായി കൊണ്ട് ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഈ അടിമ പ്രയാസപ്പെട്ടുകൊണ്ട് വെപ്രാളത്തിൽ ചോദിച്ചു പോകുന്നു, റബ്ബേ എന്തിനാണ് നീ ഈ അവസ്ഥയിൽ ഞങ്ങളെ ശൈഖന്മാരെയും റസൂലുള്ളാഹിയൊക്കെ കാണുന്ന ഈ ലോകത്തെ എന്നെ അന്ധനായിക്കൊണ്ട് എഴുന്നേൽപ്പിച്ചത് എന്തിനാണ് റബ്ബേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? നിന്റെ അടുക്കൽ എന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നിരുന്നു, ആ സമയത്ത് ആ ദൃഷ്ടാന്തങ്ങളിലേക്ക്, ആ ആഴത്തുകളിലേക്ക് നീ നോക്കാതെ നീ അതിനെ മറന്നു കളഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ മറന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്ന ഒരു ദുരാവസ്ഥയാണ് നമുക്ക് സംജാതമായിക്കൊണ്ടിരിക്കുക. कोशिश करें हम कसरत से अल्लाह को याद करें. अगर हम कसरत से हम अल्लाह को याद करेंगे इंशाअल्लाह हमारे बैत का भी मकसद और हमारी जिंदगी का मकसद अल्लाह दोनों मकासद को पूरा फरमाए. അതുകൊണ്ട് തന്നെ ബഹുമാനികളെ, നാം അധ്വാനിക്കുന്നവരായി മാറുക, പരിശ്രമിക്കുന്നവരായി മാറുക, കൂടുതൽ കൂടുതൽ അധികരിച്ച സമയവും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരായി മാറുക. അങ്ങനെ നാം അതിൽ പരിശ്രമിപ്പിച്ച് മുന്നേറുന്നവരായി മാറിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം നാം പൂർത്തിയാക്കുന്നവരായി നാം മാറുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബൈഅത്തിന്റെ ഉദ്ദേശവും പൂർത്തിയാക്കുന്ന ഉന്നതന്മാരായ ആളുകളായി നാം മാറുന്നതാണ്.